എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു അറിവിലേക്ക് സ്വാഗതം. സാധാരണ പറയാറുള്ള പോലെ നമുക്ക് ചുറ്റും കണ്ടുവരുന്ന പലതരത്തിലുള്ള സസ്യലതാദികളുണ്ട്. അവയുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരാണ് എന്നതുകൊണ്ട് തന്നെ അതൊക്കെ സംരക്ഷിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരെണ്ണമാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന മത്തിപ്പുളി, ചെമ്മീൻ പുളി എന്നീ പേരുകളിലൊക്കെ പ്രാദേശികമായി അറിയപ്പെടുന്ന പുളിവെണ്ട എന്ന റോസല്ലേ. എന്താണ് റോസല്ലേ നമുക്ക് നൽകുന്ന ഗുണങ്ങൾ എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവർക്കും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിലേക്ക്. റോസല്ലേ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ നിറഞ്ഞതുമാണ്. റോസല്ലേ ആമാശയത്തെ ശമിപ്പിക്കുകയും ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ദഹന ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇത് നിങ്ങളുടെ ഹൃദയാരോഗ്യത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും സഹായിക്കുന്നു. നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ് ആഗിരണം കുറയ്ക്കാനും റോസല്ലേ നിങ്ങളുടെ ശരീരത്തെ സഹായിക്കുന്നു. അന്നജത്തെ പഞ്ചസാരയായി വിഘടിപ്പിക്കുന്നതിനെ ത്വരിതപ്പെടുത്തുന്ന എൻസൈം അമൈലേസിൻ്റെ സമന്വയം റോസല്ലേ കുറയ്ക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ റോസല്ലേ നിങ്ങളുടെ മെറ്റബോളിസത്തെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ കലോറികൾ വേഗത്തിൽ കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കസ് സബ്ദാരഫ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന സോബോലീഫ് മാൽവാനിയ കുടുംബത്തിലെ അംഗമാണ്. ഇതിൻ്റെ ആംഗലേയ നാമമാണ് റോസല്ലേ. വടക്കൻ ആഫ്രിക്കയിൽ ഇതിനെ കർഖഡെ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇതിനെ കുദ്രം എന്ന് പ്രാദേശികമായ ഭാഷയിൽ അറിയപ്പെടുന്നു. പുളിയും മധുരവും നിറഞ്ഞ ഇതിൻ്റെ ചുവന്ന ഫലങ്ങൾ അവർ ചട്നി അഥവാ ചമ്മന്തിയായി ഉപയോഗിച്ചു വരുന്നു. ഗോവൻ സംസ്ഥാനത്ത് ഭക്ഷണത്തോടൊപ്പം ഇത് പച്ചമുളകും മല്ലിയിലയും ചേർത്ത് രസം പോലെ ലഭിക്കുന്നതാണ്. അറബികൾക്കിടയിൽ ഇത് ചായ, ശീതളപാനീയങ്ങൾ തുടങ്ങിയവയായി ഉപയോഗിച്ചു വരുന്നു. ഈ ചായയ്ക്ക് ഹൈബിക്സ് ചായ എന്നറിയപ്പെടുന്നു. ഹൈബിക്സ് സപ്ലിമെൻറ്റുകളായും നിങ്ങൾക്ക് ലഭിക്കുന്നു. എന്നാൽ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇത് ഉപയോഗിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഈജിപ്തിൽ ഹിബ്സ് അഥവാ ഹൈബിക്സ് ഉപയോഗം സ്ത്രീകൾക്ക് നിരോധിച്ചിട്ടുണ്ട്. കാരണം ലൈംഗികാസക്തി വർദ്ധിപ്പിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഹൈബിക്സ് ചായയിൽ ധാരാളം ഗുണങ്ങളും അപകടങ്ങളുമുണ്ട്. അതിന് ഹൈബിക്സ് ചായ ഒരു ദിവസം ഒരാൾ 2 or 3 അതിൽ കൂടാൻ പാടില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കും പ്രമേഹമുള്ളവർക്കും രക്തസമ്മർദ്ദം ഉള്ളവരും ഈ ചായ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇടയ്ക്കിടെ അവർ വൈദ്യപരിശോധന നടത്തേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. റോസല്ലയുടെ ഗുണങ്ങളെക്കുറിച്ച് നോക്കിയാൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, വൃക്കകളുടെ വീക്കം കുറയ്ക്കുന്നു, മൂത്രാശയ അണുബാധ തടയുന്നു. കൂടാതെ ഡൈയൂററ്റിക് ഗുണങ്ങളുമുണ്ട്, അഥവാ ജലാംശം നിലനിർത്തൽ. ഇതിനെ ഒരു ലഘു പോഷകമായി ഉപയോഗിക്കാവുന്നതാണ്. റോസല്ലയുടെ ഇളയ ഇലകളും പുതിയ തണ്ടുകളും അഥവാ ചിനപ്പുകൾ ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളാണ്. ഇവ സാലഡുകളിലോ മറ്റ് പച്ചക്കറികളിലോ ചേർത്തോ അല്ലെങ്കിൽ തനിയായി കുഴമ്പ് രൂപത്തിൽ പാകപ്പെടുത്തിയോ ഉപയോഗിക്കാം. ഇത് മാംസത്തോടൊപ്പവും ചേർത്ത് പാചകം ചെയ്യാൻ പറ്റുന്നതാണ്. ഇവയുടെ തണ്ടുകളിൽ നിന്നുള്ള നാരുകൾ ചണം അഥവാ ചാക്കുനൂൽ ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ആന്ധ്രാപ്രദേശിൽ ഇതിനെ ഗോംഗുര എന്ന് പറയപ്പെടുന്നു. അവർ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇലകൾ പയറിനൊപ്പം അല്ലെങ്കിൽ പരിപ്പുകൾക്കൊപ്പം വേവിച്ച് ഉപയോഗിച്ചു വരുന്നു. ഗോങ്കുരുവിൻ്റെ അല്ലെങ്കിൽ റോസല്ലയുടെ പൂക്കൾ ആരോഗ്യവും പോഷകവും നൽകുന്ന 100% ഓർഗാനിക് ആണ്. കൂടാതെ ഇത് കെമിക്കൽ ഫ്രീയുമാണ്. ആൻറ്റി ഹൈപ്പർടെൻസീവ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബയൽ എന്നിവയും അതിലേറെയും ആൻറ്റി വൈറൽ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഫാർമക്കോളജിക്കൽ ഗുണങ്ങൾക്കായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളുകൾ ഒരു ദിവസത്തിൽ 2 or 3 ചായകൾ ഉപയോഗിക്കാവുന്നതാണ്. പോഷകങ്ങളുടെയും ധാതുക്കളുടെയും മിനറലുകളുടെയും നല്ല ഉറവിടമാണ് റോസല്ല. 100 ഗ്രാം പച്ചയായ റോസല്ലയിൽ നിന്നും 215 മില്ലി കാൽസ്യവും 1.48 മില്ലിഗ്രാം ഇരുമ്പ്, 12 മില്ലിഗ്രാം വിറ്റാമിൻ സി, 51 മില്ലിഗ്രാം മഗ്നീഷ്യം, 6.0 കാർബോഹൈഡ്രേറ്റ്, ഫോസ്ഫറസ് 37 മില്ലിഗ്രാം, പൊട്ടാസ്യം 208 മില്ലിഗ്രാം, വിറ്റാമിൻ എ, B1, B2, B3 എന്നിവയും ഉൾപ്പെട്ടിരിക്കുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ശരീരത്തിലെ ചൂട് കുറയ്ക്കാനുള്ള കഴിവ് റോസല്ലേ ചായയ്ക്കുണ്ട്.
ശരീരത്തിലെ ചൂട് കുറയ്ക്കാനുള്ള റോസല്ലയുടെ ഈ കഴിവിനെ ഒരു ജനപ്രിയ താരമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ചായ നിങ്ങൾക്ക് നല്ല ഉന്മേഷവും നൽകുന്ന ഒന്നാണ്. ഗർഭകാലത്തുണ്ടാകുന്ന മലബന്ധം, വിളർച്ച എന്നിവ മാറുന്നതിന് ശക്തമായ പോഷക ഗുണമുള്ളതും ഇരുമ്പ് സമ്പുഷ്ടവുമായ ഗോങ്കുര കഴിക്കുന്നതിലൂടെ പരിഹരിക്കപ്പെടുന്നതാണ്. ഉപയോഗം മിതപ്പെടുത്തണം എന്ന് മാത്രം. ഇതിൽ നിന്ന് ചായ, ശീതളപാനീയങ്ങൾ, നാരുകൾ, എണ്ണ തുടങ്ങിയവ ലഭിക്കുന്നു. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തങ്ങളും മികച്ചതുമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു അറിവുമായി എത്തിച്ചേരുമ്പോഴേക്കും ഇവിടെ പറ്റിക്കൊള്ളാൻ നന്ദി.